ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UK നിന്നും അജി ബ്രദറും JSSും ചേർന്നാണ്. ഏപ്രിൽ 26 JSSന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു സിസ്റ്റർ. കർത്താവ് എല്ലാ നിലയിലും ഈ വർഷം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ മകളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ അനുഗ്രഹിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ നിലയിലുള്ള വിടുതലും വലിയ അത്ഭുതങ്ങളും ഈ മകൾ കാണട്ടെ. ഈ വർഷം ദൈവത്തിൻ്റെ വലിയ കരം ഈ മകൾ കാണട്ടെ. ഹല്ലേലൂയ. ആയതിനാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരിയുടെ ഹല്ലേലൂയ ജോലിക്ക് വേണ്ടി ഹല്ലേലൂയ മുമ്പോട്ടുള്ള എല്ലാ വഴികളും തുറക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അജി ബ്രദറിൻ്റെ ജോലിയിൽ വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. രണ്ട് മക്കളെയും ദൈവം ആ ദേശത്തിൽ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഒന്ന് കണ്ണുകൾ അടച്ച് ഹല്ലേലൂയ പ്രത്യേകമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ദേശത്തിൽ ഒരു സ്വന്തമായ ഭവനം, അതേപോലെ തന്നെ അറിയാം നാട്ടിലൊരു വസ്തു വിൽക്കുവാനുണ്ട്, അതിനകത്തൊരു അത്ഭുത വഴി. ഈ വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് JSS ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ 2024 അങ്ങ് കൊടുത്ത പുതിയ വർഷത്തിനായി കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തിരിക്കാനായിട്ട് അങ്ങേക്ക് വർഷവും ദിവസങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആകിയാൽ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചോട് പ്രാർത്ഥിക്കുന്നു. 30ാമത്തെ വയസ്സിൽ അങ്ങേ തന്നെ അങ്ങ് വെളിപ്പെടുത്തിയതുപോലെ ഈ വർഷം ഈ സഹോദരിയെ തൻ്റെ നന്മയിലേക്ക്, തൻ്റെ ജീവിതത്തിലെ ആലുവ എല്ലാ മേഖലയിലേക്കും കർത്താവ് വെളിപ്പെടുത്തേണ്ടതിനായിട്ട് ഈ വർഷം ഇവരുടെ ശുശ്രൂഷയുടെ നന്മകൾ തുറക്കണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലുള്ള വിടുതൽ, ജോലിയിൽ, കുടുംബത്തിൽ, ദേശത്തിൽ എല്ലാ നന്മകളും ഈ മകളുടെ മേലിൽ തുറക്കണമേ. അജി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ അറിയ ശുശ്രൂഷ മേഖലയിൽ, തൻ്റെ അറിയ ജീവിതത്തിൽ, തൻ്റെ ജോലിയുടെ മേഖലയിൽ എല്ലാം വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നതിനായി നന്ദി. രണ്ട് മക്കളെ ഏൽപ്പിക്കുന്നപ്പ കർത്താവെ, അവർ രണ്ടുപേരെയും ദൈവം മൂടി മറയ്ക്കണമേ. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യണമേ അപ്പ. കർത്താവെ, ഞങ്ങൾ വിശ്വാസ കണ്ണിൽ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അതേപോലെ തന്നെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ ഒരു വലിയ അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ. കർത്താവിൻ്റെ കരം അങ്ങ് വെളിപ്പെടുത്തണമേ. പൂർണ്ണമായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതേപോലെ ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ കരം കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വെളിപ്പെടുത്തണം അപ്പ. കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ പൂർണ്ണമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി, ഒരു ഭയങ്കര അത്ഭുതം ഹല്ലേലൂയ അജി ബ്രദറിൻ്റെ മേളിലും JSSൻ്റെ മേളിലും രണ്ട് മക്കളുടെ മേളിലും വെളിപ്പെടണമേ അപ്പ. നാട്ടിലെ വസ്തുവിൻ്റെ മേളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പ. ഈ കുടുംബത്തിൻ്റെ മേളിൽ, ശുശ്രൂഷയുടെ മേളിൽ ഒരു ഉണർവ് സംഭവിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. കടന്നുകൊണ്ടാട്ടെ. ഞാൻ ഇന്നത്തെ വചനം ഹല്ലേലൂയ സാഹചര്യത്തെ ജയിക്കുന്ന 3 തലങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി പേര് അറിയാം ഈ സാഹചര്യം എന്നുള്ളത് കേട്ട് കഴിഞ്ഞു ഹല്ലേലൂയ. പക്ഷെ ഇതിനെ എങ്ങനെ ജയിക്കണമെന്ന് ചിലവരോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല ഹല്ലേലൂയ. അതാണ് ഇന്ന് അറിയാം നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്ന ഈ വചനത്തെ ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ, നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിന്റെ നടുവിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ എങ്ങനെ ഇതിനെ എനിക്ക് ജയിക്കാൻ കഴിയും ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിന്റെ വചനത്തിനും വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ലെന്ന് പറഞ്ഞ ആ തിരുവചനത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് മുറുകെ പിടിച്ചുകൊണ്ട് നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ഭവനത്തിനകത്ത് നിന്നോട്ട് പറഞ്ഞാട്ടെ, ഞാൻ ജയാളിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ഹല്ലേലൂയ. അപ്പോൾ മാറി മറിയുന്ന സാഹചര്യത്തിനകത്ത്, തിരമാല പോലെ മുക്കുമെന്നും തീരുമെന്നും ഒക്കെ പറയുന്ന ആ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ നിന്നെ ജയിക്കുന്ന 3 ചിന്തകൾ. ഒന്നാമത്തെ ചിന്ത, ദൈവവചനം അല്ലെങ്കിൽ ദൈവ ശബ്ദത്തിന് നിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചേ. കർത്താവിന്റെ കരം ഇതാ അഭിഷക്തന്റെ മേളിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കേ, ഈ ഒന്നാമത്തെ ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് ഹല്ലേലൂയ.
ഇതാ പ്രവാചകനോട് ദൈവം ഈ അസ്ഥി താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഹല്ലേലൂയ അവയുടെ ഇടയിൽ കൂടെ നടക്കുമാറാക്കിയിട്ട് അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു എന്നും അവ ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ സാഹചര്യം പ്രവാചകനോട് വിളിച്ചു പറയാണ്, ഇങ്ങനെ പരന്നു കിടക്കുകയാണ് അസ്ഥികൾ. ഹല്ലേലൂയ ഏറ്റവും അധികമായിരുന്നു. എന്നിട്ട് പ്രവാചകനെ അതിനകത്തേക്കൊന്ന് നോക്കിയിട്ട് പ്രവാചകനോട് ദൈവം പറയുകയാണ്, അത് ഏറ്റവും ഉണങ്ങിയതാണ്. ഹല്ലേലൂയ കാണുന്ന കാഴ്ചയിൽ സാഹചര്യം വിളിച്ചു പറയുന്നു, ഇനി അതിനകത്തൊരു എഴുന്നേൽപ്പില്ല, ഇനി അതിനകത്തൊരു മാർഗമില്ല. ഹല്ലേലൂയ നിങ്ങൾ സകലരും സാഹചര്യത്തെ എങ്ങനെയാണ് ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നത് ചോദിച്ചാൽ കാണുന്ന മണ്ഡലത്തിലാണ്. ഹല്ലേലൂയ കാണുന്ന കാഴ്ചയിൽ ഇനി വഴിയില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ ഈ ദൂത് കൈമാറുന്നു. അപ്പോൾ തന്നെ കൈ ഉയർത്തി പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉലകത്തിലെ എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞാൽ, ഐ റിപ്പീറ്റ് ഒന്നുകൂടെ, ഉലകത്തിൽ കാണുന്ന മണ്ഡലത്തിൽ നീ ജീവിക്കുന്ന സാഹചര്യത്തിനകത്ത് എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞാൽ, അല്ലെങ്കിൽ ഉലകത്തിലെ വഴികൾ അടഞ്ഞാൽ ഉയരത്തിൽ ഒരു വഴി നിനക്ക് വേണ്ടി ദൈവം തുറക്കും. നിന്റെ ഉലകത്തിൽ നിന്റെ കാഴ്ചയിൽ വെളിപ്പെട്ട എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നിയാലും ഉയരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കരം ഈ മിനിറ്റിൽ ഇതാ നിനക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കുകയാണ്. കാണുന്ന മണ്ഡലങ്ങളിൽ ചെങ്കടൽ ഇനി അവർക്ക് വഴി കൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ ഉയരത്തിൽ നിന്നൊരു വലിയൊരു കാറ്റ്, ഹല്ലേലൂയ അതിശക്തമായ ഒരു കിഴക്കൻ കാറ്റ് അവർക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ട് ആ മിനിറ്റിൽ ഉണങ്ങിയ നിലമായി വഴി അവർക്ക് തുറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോ. നിന്റെ മുമ്പിൽ ഇതുവരെയും വെളിപ്പെടാത്ത ചില വാതിലുകൾ ഈ ആരാധനയുടെ നടുവിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. എന്റെ കൂടെ ഏതെല്ലാം അനുഭവങ്ങളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നവരുണ്ടോ അവര് മുഴുവൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വിടുതലുകൾ കാണുകയാണ്. കർത്താവ് അത് ചെയ്യുന്നല്ലോ. ഇപ്പോൾ പ്രവാചകനെ കാണുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ കാഴ്ചയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, ഈ അസ്ഥി ഏറ്റവും വലുതാണ്, ഇവ താഴ്വരയിൽ പരന്നു നിൽക്കുക, ഇവ ഏറ്റവും ഉണങ്ങിയതാ. എന്നിട്ട് മൂന്നാമത്തെ വാക്യം ഹല്ലേലൂയ ഇതാ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉത്തരം പറയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, എനിക്കും നിങ്ങൾക്കും അസാധ്യമെന്ന് തോന്നിയാലും എനിക്കും നിങ്ങൾക്കും ഇനി വഴിയില്ല എന്ന് തോന്നിയാലും എൻ്റെ ദൈവത്തിന്റെ പക്കൽ ഇനിയും വഴികളുണ്ട്. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇനിയും സാധ്യതകളുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ കണ്ണുനീരിനെ മാറ്റുന്ന രീതിയിൽ ഇപ്പോൾ ചിലവർക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിനകത്ത് ഞാൻ അതേപോലെ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥനാ ജീവിതം തന്നെ മാറുന്ന നിലയാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഈ കേൾവി വീണ്ടും എന്റെ മേലിൽ വർദ്ധിക്കുമ്പോൾ. ഹല്ലേലൂയ ഞാൻ അതേപോലെ ദൈവത്തെ ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ പാഠപീഠത്തിൽ പള്ളിപ്രമാണിയായ യായിറോസ് വന്ന് കിടക്കുകയാണ്. ഹല്ലേലൂയ യേശു കർത്താവ് അങ്ങന്റെ ഭവനത്തിൽ വന്ന് എൻ്റെ കൊച്ചുമകള് ജീവിക്കേണ്ടതിനൊന്ന് കൈവയ്ക്കണം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് തോന്നാം, നിങ്ങളുടെ മുമ്പിൽ ഇനി സാധ്യതകളില്ലെന്ന് തോന്നാം. എന്നാൽ നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു ഇടപെടൽ, ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ദൈവ ശബ്ദം ഇന്ന് വൈകിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചറിയുക, ഇനി എന്തെല്ലാം നിലയിൽ അത് അവസാനിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ നടുവിൽ പുത്തൻ വഴികളെ തുറക്കാൻ കഴിയുന്നവനാണ് നിന്റെ കൂടെ നിൽക്കുന്ന ദൈവം. സ്വീകരിക്കാനുള്ളവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വഴികളും അടഞ്ഞ യായിറോസിന്റെ ഭവനത്തിൽ ആ വിഷയത്തെ അതിശയമാക്കി എൻ്റെ കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് എനിക്ക് കാണാം, ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് എനിക്ക് കാണാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും ഇന്ന് വൈകിട്ട് ഇത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ നിങ്ങൾ ആശ്രയിക്കുന്നവരാണെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അപ്പോൾ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഇതാ അസ്ഥി താഴ്വരയിൽ നിർത്തുന്ന അഭിഷക്തനോട് 4ാമത്തെ വാക്യമാണ് ആൻസർ. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്നും ഇനി ഒരിക്കലും സാധ്യതയില്ലെന്ന് പറയുന്ന അസ്ഥികളോട് ദൈവം വിളിച്ചു പറയുകയാണ്, അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു സാധ്യതയില്ലെങ്കിലും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ സൂമിനകത്ത് നിരന്തരം അറ്റൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ചിലത് സാധ്യതയായി തുറക്കുന്നത് കാണാൻ കഴിയും. കാരണം ഈ ലോകത്തിൽ ഏറ്റവും വ്യക്തവും മാറാത്തതൊന്നുമാണ് ദൈവത്തിന്റെ വചനം. അതാ ഏറ്റവും വലിയ പ്രവചന ശബ്ദം എന്ന് പറയുന്നത്. ഈ വചനമാണ്
അയച്ച് എന്നെയും നിങ്ങളെ സൗഖ്യമാക്കുന്നത്. ഈ വചനമാണ് എന്നിലും നിങ്ങളിലും വഴി തുറക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചിലരോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, അധൈര്യപ്പെടരുത്. നിന്റെ വഴി ഇതാ തുറക്കുന്ന ഒരു ദൈവശബ്ദം നിന്റെ മേലിൽ വെളിപ്പെടുന്നു. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവശബ്ദം നിന്റെ മേലിൽ വെളിപ്പെടുന്നു. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്ന് പറ, ഒരു സാധ്യതയില്ലാത്തടുത്ത് നീ ദൈവത്തിന്റെ വചനം കേൾക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ പ്രവാചകനോട് വിളിച്ചു പറയാണ്, അവൻ എന്നോട് കൽപ്പിച്ചത് അറിയാം, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങി അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഇന്നു വൈകിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ പദം സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സാഹചര്യം ഇനി വഴിയില്ലെന്ന് പറഞ്ഞാലും ഇന്ന് വൈകിട്ട് കേൾക്കുന്ന, ഇന്ന് വൈകിട്ട് മുതൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ വചനത്തിനകത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന, നിങ്ങൾ അനുദിനം നിങ്ങളുടെ വാഗൊണ്ട് പറയുന്ന വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങളെ ജയിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഒരുമിച്ച് ഇതെങ്ങനെ ജയിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒത്തിരി പേരാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഒന്നാമത്തെ മേഖല അറിയാം, വചനത്തിനകത്ത് നിൽക്കാമെങ്കിൽ, ദൈവ ശബ്ദത്തിനകത്ത് നിൽക്കാമെങ്കിൽ 1000 പ്രതികൂലങ്ങൾ, 1000 വെല്ലുവിളികൾ, 1000 ശബ്ദം നിന്നെ അറിയാം എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ കിടത്തി അല്ലെങ്കിൽ നിന്നെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഇരുത്തി നിൽക്കുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു വചന ശബ്ദം നിന്റെ വെളിയിൽ വെളിപ്പെട്ടാൽ മതി. നിന്റെ ചങ്ങലകൾ പൊട്ടിക്കൊണ്ട് നീ എഴുന്നേൽക്കും. ഇന്ന് വൈകിട്ട് ഈ സൂമിനകത്ത് ശ്രദ്ധിക്കുന്ന, ഇന്ന് വൈകിട്ട് ഈ അറിയാം മീറ്റിങ്ങിനകത്ത് ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവ ശബ്ദം വെളിപ്പെട്ടാൽ മതി. അത് നിന്റെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ നിലയിൽ നിന്നെ വിടുവിച്ചിരിക്കും. നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം കൊണ്ടുവന്നിരിക്കും. ഏത് പ്രതിസന്ധിയിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അവിടെ ഇന്ന് അറിയാം നിങ്ങളുടെ ഈ വചനത്തിന്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതത്തെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ ഉറയ്ക്കേണ്ടത് ആവശ്യമാണ്. ദൈവശബ്ദത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. അറിയാം, മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ ഒറ്റ ഭാഗം കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 28, 29 വാക്യങ്ങൾ നോക്കിയാൽ അറിയാം, തിരമാലകളും കാറ്റും ശിഷ്യന്മാരെ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ തിരമാലയുടെ മുകളിലൂടെ എൻ്റെ കർത്താവ് അവരുടെ അടുക്കലേക്ക് വരുന്നത് കാണാൻ കഴിയും. ഇന്ന് വൈകിട്ട് അടുത്ത ദൂത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നീ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ മുകളിലാണ് എൻ്റെ ദൈവം നിൽക്കുന്നത്. നീ അനുഭവിക്കുന്ന ഏത് രോഗത്തിന്റെ മുകളിലാണ് എൻ്റെ കർത്താവ് നിൽക്കുന്നത്. എൻ്റെ കർത്താവിന് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് 2 പദത്തെ സ്വീകരിച്ചോ. ഇന്ന് വൈകിട്ട് ഒരു അസാധാരണ വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് ഒരു അസാധാരണ വഴി നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ സ്വീകരിക്കണമേ. പത്രോസ് പറയാണ്, ഈ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച സാഹചര്യത്തിന്റെ മുകളിലൂടെ കർത്താവേ നീയാണ് വരുന്നതെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാ, എനിക്കും ഈ വിഷയത്തിനകത്ത് ജയം പ്രാപിക്കാൻ കഴിയും. ഇന്ന് വൈകിട്ട് സാവധാനതയോടെ ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവാണ് നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ, നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിനകത്ത്, ഏതെല്ലാം അറിയ വിഷയത്തിനകത്ത് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവ് അതിന്റെ മുമ്പിലുണ്ടെങ്കിൽ നിനക്ക് ഇന്നൊരു അത്ഭുത ജയമുണ്ട്. ദൈവശബ്ദം ഇതാ പത്രോസിനോട് 29-ാമത്തെ വാക്യത്തിൽ പറയാ, പത്രോസിനോട് പറയാ, തീരുമെന്നും അവസാനിക്കുമെന്നും പറഞ്ഞ എല്ലാത്തിന്റെ നടുവിലും വരിക എന്നൊരു ശബ്ദം വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നവരെ എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചതെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ കർത്താവാണ് എന്നെ വിളിച്ചതെന്ന്? അവൻ മാറാത്തവനാകിയാൽ ഇന്ന് വൈകിട്ട് നിനക്ക് വേണ്ടി ചിലതിന് സൊല്യൂഷൻ വെളിപ്പെടാൻ പോകുക. നിനക്ക് വേണ്ടി ഇതുവരെ വെളിപ്പെടാത്ത ഭയങ്കര അത്ഭുതകരം വെളിപ്പെടാൻ പോകുക. ഞങ്ങൾ അധികത്തിൽ വിശ്വസിക്കുന്നു, ഒരു ദൈവ പ്രവൃത്തി ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ മേളിൽ വെളിപ്പെടും. നീ ആ വിഷയത്തിൽ ഇന്ന് വൈകിട്ട് കൊണ്ട് ജയിക്കുന്നത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ കടബാധ്യത അനുഭവിക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്നവരെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുണ്ട്. എന്നെ കേൾക്കുന്നവരെ കോടതി മുഴുവൻ ഇനി തടഞ്ഞു, ഇനി മാർഗമില്ലെന്ന് പറയുന്നവരുണ്ട്. മരണം മാത്രം ചിന്തിക്കുന്നവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവരെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുക, വിശ്വസിക്കാമെങ്കിൽ ഇന്ന് വൈകിട്ട് നിന്റെ ജയം വെളിപ്പെടുക. പത്രോസ് ഇറങ്ങി നടന്നെന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതുവരെയും കൊല്ലുമെന്നും മുക്കുമെന്നും അല്ലെങ്കിൽ തീർക്കുമെന്നും ഒക്കെ പറഞ്ഞ പ്രശ്നത്തിന്റെ മേളിലൂടെ പത്രോസ് അപ്പോസ്തലൻ നടക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അവൻ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന് മേൽ നടന്നു. നിങ്ങൾ ഇന്ന് വൈകിട്ട് എൻ്റെ കൂടെ കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഈ വചനത്തിനകത്തും മാറ്റമില്ലെങ്കിൽ, അങ്ങയുടെ ശബ്ദത്തിനകത്തും മാറ്റമില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പച്ചവെള്ളം വീഞ്ഞാകും. എൻ്റെ മുമ്പിൽ ഒരു അസാധാരണ വാതിൽ തുറക്കും. ആ അസ്ഥിത്താഴ്വരയിൽ ഒരിക്കലും ബന്ധം ഇല്ലാതെ നിൽക്കുന്ന, ഒരിക്കലും കൂടിച്ചേരാതെ നിൽക്കുന്ന അസ്ഥികൾ സൈന്യമായി എഴുന്നേൽക്കുന്നു നിനക്ക് കാണാം. ഇന്ന് വൈകിട്ട് ഏതൊക്കെയോ കുടുംബങ്ങൾ വലിയ വിടുതലുകൾ കാണാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2ാമത്തെ മേഖല അറിയുക, ഇത് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 2ാമത്തെ മേഖല അറിയുക, വിശ്വാസമാണ്. അറിയുക, സാഹചര്യത്തിനകത്ത് നിങ്ങൾ വിശ്വാസത്തെ അപ്ലൈ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക്
അതിൻ്റെ നടുവിൽ അത്ഭുതങ്ങളെ കാണാൻ പറ്റും. ഒന്ന് ദൈവശബ്ദമാണ്, ലാസറിനെ വരെയും പുറത്തു കൊണ്ടുവന്നത് ദൈവശബ്ദമാണ്. നിറയ്ക്കുക എന്നുള്ള പദമാണ് ഹല്ലേലൂയ കാനാവിൽ അത്ഭുതം ചെയ്തത്. ഹല്ലേലൂയ ആഴത്തിൽ വലയിറക്കുക എന്നുള്ള പദമാണ് ഹല്ലേലൂയ പത്രോസിന്റെ പടകിൽ നിറച്ചത്. അതിലേക്കൊക്കെ പോയാൽ ഒത്തിരി സമയം മുമ്പോട്ട് പോകും. എന്നാൽ ഇന്ന് വൈകിട്ട് രണ്ടാമത്തെ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങളെ ജയിക്കുന്നതാണ്. ഹല്ലേലൂയ റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അബ്രഹാമിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. അവൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ഒരു 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 ശതമാനം പോലും സാഹചര്യത്തിൽ വിടുതലിൽ നിന്ന് കാണുമ്പോൾ അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇന്ന് വൈകിട്ട് ഒരു ഭയങ്കര അത്ഭുതം ചെയ്യാം. ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കുന്ന ഒരു ഒരുമിച്ച് എൻ്റെ കൂടെ അറിയാം. ഞാൻ ആ റിസൾട്ടിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ചു. ഹല്ലേലൂയ ആ 19-ാമത്തെ വാക്യം നിങ്ങളെ ശ്രദ്ധിച്ച് 19-ാമത്തെ വാക്യം ഹല്ലേലൂയ ഒരുമിച്ച് എൻ്റെ കൂടെ അറിയാം. 19-ാമത്തെ വാക്യം അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ക്ഷീണിക്കുന്നവരെ കൂട്ടായ്മയല്ല ഇത്. ഇന്ന് വൈകിട്ട് ഹല്ലേലൂയ ജയം പ്രാപിക്കുന്നവരെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ നിങ്ങൾ ഒരുമിച്ച് ക്ഷീണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നതിനെ നിങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങൾ കാണാത്തതിനകത്ത് ഉറയ്ക്കും. ഹല്ലേലൂയ കാണാത്തതിനകത്ത് നിങ്ങൾ ഉറയ്ക്കും. അറിയാം ഈ ലോകത്തിൽ നിങ്ങൾ ഏറിയൽ 70-80 ആ നിലയിൽ ഇന്നും കഷ്ടപ്പാടും വേദന അനുഭവിക്കുമ്പോഴും കാണാത്തൊരു നിത്യജീവന് വേണ്ടിയാണ് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധ ജീവിതവും ഈ പ്രാർത്ഥനയും നയിക്കുന്നത്. അങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രതിഫലം ഏറിയതാണ്, പ്രതിഫലം വലുതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അബ്രഹാമിന്റെ ദൈവം ഇന്ന് വൈകിട്ട് നിനക്ക് വേണ്ടി കാണാത്ത കാര്യത്തിന്റെ നിശ്ചയത്തിനകത്തോട്ട് വരിക. അവന് നീതിയായി കണക്കിട്ടു എന്ന് അറിയാം വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. അത് അവന് നീതിയായി കണക്കിട്ടു. ഇതാ സാഹചര്യത്തെ ജയിക്കുന്ന വിശ്വാസം ചിലവരും വെളിപ്പെടുന്നു. സാഹചര്യത്തെ ജയിക്കുന്ന വിശ്വാസം എൻ്റെ കൂടെ ഒന്ന് ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇന്ന് വൈകിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ തയ്യാറാക്കണം. 3-ാമത്തെ മേഖല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥനയ്ക്ക് ഒരു സാഹചര്യം ഇല്ലാത്തടത്ത് വഴികളെ തുറക്കാൻ പറ്റും. നിങ്ങൾ നോക്കി അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഒരു സാഹചര്യം ഇല്ലെന്നിടത്ത് സഭസഭയോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അവർക്ക് ചെയ്യാൻ പറ്റാത്തടത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ചെയ്യുകയാണ്. ഓരോരോ സഭയുടെ മേളിൽ ദൂതന്മാർ നിൽപ്പുണ്ട്. അധികാരമുള്ള ദൈവദാസന്മാരുടെ മേളിൽ ദൂതന്മാർ നിൽപ്പുണ്ട്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് വൈകിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്തും ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ വലുതാകാൻ പോകുകയാണ്. ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ വലുതാകാൻ പോകുകയാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ കൂട്ടായ്മയുടെ മേളിൽ നിൽക്കുന്ന ദൂതനെ നമ്മൾ ആക്റ്റീവാക്കി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഞങ്ങൾക്ക് ഈ രഹസ്യം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവദൂതന്മാർ ഇന്ന് രാത്രി ചെയ്യുകയാണ്. പത്രോസിന്റെ കാരാഗ്രഹത്തിൽ മാനുഷിക ചിന്തയ്ക്കോ മാനുഷിക കരത്തിനോ ഇടമില്ലാതെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന് ഞങ്ങൾ കാണുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് സ്വീകരിച്ചോ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കയറി ചെല്ലാൻ പറ്റും. ഇന്ന് വൈകിട്ട് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെ തലമുറകൾക്ക് വിവാഹം നടക്കുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു മാറ്റം വരുന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കേണ്ട പൈസയിൽ ഒരു വിടുതൽ വരുന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ കൂടെ ഇന്ന് വൈകിട്ട് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മുഴുവൻ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യമില്ലെന്ന് പറയുന്നിടത്തല്ല ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇന്ന് വൈകിട്ട് എവിടെല്ലാം ചെല്ലാൻ പറ്റുമോ അവിടെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ കയറി ചെല്ലുകയാണ്. ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു. അങ്ങനെ പയ്യായിരുന്നു പണി തുടങ്ങിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 5-8 മാസം മുമ്പ് വരെ ടൈലൊക്കെ എടുത്തു വെച്ചു. പക്ഷേ വീട് പണിയാൻ ടൈലൊന്നും ഇടാൻ പറ്റുന്നില്ല. വീട്ടിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല. വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ആ എൻ്റെ മുറ്റത്തൊരു ചെറിയ ഇടവഴിയാണ്. ഇടവഴിക്കടെ പോയാൽ പോലും ആ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റൂലായിരുന്നു. അതുപോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. മുനിസിപ്പാലിറ്റിയിൽ ലോണായിരുന്നു വീട്. അത് കഴിഞ്ഞ് ബാത്റൂമും കാണിച്ചു കൊടുത്താൽ, ഡോറൊക്കെ വെച്ച് കാണിച്ചു കൊടുത്താലാണ് ഞങ്ങൾക്ക് ഇത് സാങ്ഷൻ നമ്പർ കിട്ടുമായിരുന്നുള്ളൂ, പെര നമ്പർ. ഇത് എല്ലാം മേടിച്ചു കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും പണിയാൻ സാധിക്കില്ലായിരുന്നു.
അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ പാസ്റ്ററോട് വന്നു പറഞ്ഞു, പാസ്റ്റർ ഞാനിങ്ങനെ ഒരു വീട് പാസ്റ്റർ എന്നോട് പറയാം നിങ്ങൾക്ക് വേറെ വീടുണ്ടോയെന്ന്. അങ്ങനെ പാസ്റ്റർ ചോദിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അത് വീട് പണിതുകൊണ്ടിരിക്കുക, അത് പണി തുടങ്ങിക്കൊണ്ടിരിക്കുക, പക്ഷേ അത് എന്ത് ചെയ്ത് പണിയാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്ത് നീ വീട്ടിലേക്ക് കയറാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് വെള്ളവും പ്രാർത്ഥിച്ച് തന്നിരുന്നു. പിന്നെ ഇപ്പോൾ പണി പൂർത്തിയായി, പെരൻ നമ്പറിന് അപേക്ഷ വെച്ചേക്കുവാണ് മുനിസിപ്പാലിറ്റിയിൽ. ആമേൻ. അക്കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ കൊല്ലം ജില്ലയുടെ ചവറ തെക്കുംഭാവം എന്ന പ്രദേശത്ത് നിന്ന് വരുന്നു. ഞാൻ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഒരു 3 വർഷം, ഓർമ്മ ശരിയാകുന്ന ഒരു 3-3.5 വർഷം മുമ്പ് ഞാൻ ദേവദാസിൻ്റെ സഭയിൽ വന്നു. എൻ്റെ മോൾ അമേരിക്കയിലാണ് അന്ന് ജോലി, കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയി. അവിടെ 3 പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൊരു ജോലിക്ക് അങ്ങനെ 2 പരീക്ഷ എഴുതി എൻ്റെ മോൾ തോറ്റുപോയി. അങ്ങനെ 3ാമതൊരു പരീക്ഷ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ദേവദാസിൻ്റെ അടുക്കൽ വന്നു. ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഈ പരീക്ഷ അവൾ ജയിക്കും. പിന്നെ ടി വിയിൽ 3 എപ്പിസോഡ് ടി വിയിൽ ആൻറ്റി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അന്ന് അവിടെ വെച്ച പൈസ കൊടുത്തു. 3 എപ്പിസോഡ് ടി വിയിൽ ചെയ്തു. 3ഉം ഞങ്ങൾ കണ്ടു, പ്രാർത്ഥിച്ചു, അനേകായിരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോൾ ആ പരീക്ഷ ജയിക്കുവാനിടയായി. അത്ഭുതമെന്നല്ലാതെ എനിക്ക് ഈ പ്രാർത്ഥന ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഇന്നെൻ്റെ മോള് ഇന്ത്യൻ മണി 10 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ജോലി ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ അത്ഭുതത്തിനായി ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഒരു 3-3.5 വർഷം, ഒരു 4 വർഷം മുമ്പ് ഞാൻ എൻ്റെ നട്ടലിന് ഡിസ്കിന് കംപ്ലയിൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആയുർവേദത്തിൽ തടവാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് തലയ്ക്ക് ഒരു ഇതുണ്ടായി. തലയ്ക്ക് ചികിത്സിക്കാൻ ഒരു സ്ഥലവും ഇല്ല. ലാസ്റ്റ് ഡോക്ടർമാർ അടുത്തുകൊണ്ട് ചെല്ലുമ്പം പറയും, ആൻറ്റി പറയുന്നതെല്ലാം അറ്റാക്ക് വരുന്ന കാര്യങ്ങളാണ് ആൻറ്റിക്ക്. പക്ഷേ ഞങ്ങളുടെ ആ ടെസ്റ്റിലങ്ങ് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ അവിടെ നിന്ന് ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഭർത്താവ് നേരെ പാസ്റ്റർ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഈ കൊല്ലത്ത്. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് ഒരു വല്ലാത്ത ലെവലിലായിരുന്നു. എന്നെ കണ്ടാൽ പോലും ഭയപ്പെടത്തക്ക ഒരു രീതിയായിരുന്നു അന്ന് എൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ. ഞാൻ വല്ലാതായിപ്പോയി. പക്ഷേ ആ പ്രാർത്ഥനയിൽ അന്ന് എനിക്ക് ആ രോഗസൗഖ്യം അവിടെ വെച്ച് ഉണ്ടാകാനിടയായി. പ്രിയരെ, എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത നിങ്ങൾ കാണാൻ പോവുകയാണ്. എത്ര പേരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? വലിയൊരു വിടുതൽ ആഗ്രഹിക്കുന്നവർ, ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാട്ടെ, കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന നാളുകളായിട്ട് നിന്ദിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ചിലവരുണ്ടപ്പ. ജീവിതം മതിയെന്ന് പറയുന്ന ചിലവരെന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് നിൻ്റെ നിന്ദയെ നീക്കാൻ പോവുകയാണ്, നിൻ്റെ പരിഹാസത്തെ മാറ്റാൻ പോവുകയാണ്. കർത്താവെ, ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചില മാതാപിതാക്കൾ തലമുറയുടെ പരിഹാസം കേൾക്കുന്നവരുണ്ട്. മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ചിലരുണ്ട്. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരം കർത്താവെ ഇവരെ വിടുവിക്കണമേ അപ്പ. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ തിരുക്കരം ഈ മക്കളുടെ മേളിലേക്കൊന്ന് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചിലവർ കടബാധ്യത മൂലം ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഇവരെ അങ്ങ് സ്പർശിക്കണമേ അപ്പ. ഇവർക്ക് വേണ്ടി പുതിയ വഴികളങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസ കണ്ണിൽ പ്രാർത്ഥിക്കുന്നപ്പ, ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി അനുകൂലമാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. യേശുവേ, ഇവർക്ക് വേണ്ടി മാറാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇവർക്ക് വേണ്ടി മാറാത്ത ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു ദൈവപ്രവർത്തിയെ കർത്താവ് അയക്കുകയാണല്ലോ അപ്പ. ഞാൻ ഈ സമയത്ത് ഗിരീഷ് എന്നൊരു പേര് കാണിക്കുമ്പോൾ കർത്താവ് ആ മകന് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ അപ്പ. പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സന്തോഷത്തിന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. ഷീലയ്ക്ക് വേണ്ടി ഒരു വലിയ
വലിയ ദൈവപ്രവർത്തിയെ ദൈവം വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, ഞാൻ സ്മിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്മിത, നിൻ്റെ കുടുംബജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, സാമ്പത്തികമായി ഉയരാൻ കഴിയാത്തവരുണ്ട്. കർത്താവെ, അവരെല്ലാം ഞങ്ങളുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ മിനിറ്റിൽ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരകൻ ഇപ്പോൾ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഒരത്ഭുതം സംഭവിക്കുകയാണ്, ഒരടയാളം സംഭവിക്കുന്നതിനായി സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അറിയാം, അത്ഭുതകരമായ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കട്ടെ അപ്പ. അറിയാം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിച്ചാട്ടെ. കഴിയുന്നവർ ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ പറ്റുന്നവർ, എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂരിലൊക്കെ നമുക്ക് ആരാധന നടക്കുകയാണ്. തിരുവനന്തപുരത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ആരാധനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കൊല്ലത്തേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി എറണാകുളത്തേക്ക് നിങ്ങൾ കടന്നു വരണം. തൃശ്ശൂരിലേക്ക് നിങ്ങൾ കടന്നു വരണം. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്തത് വലിയ വിടുതലും അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് കാണിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. ഇന്ന് ഈ എപ്പിസോഡിനകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.